ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അച്ചസ് ഡിസൈൻ. ഇന്ന് നമ്മൾ കവ്യമധവൻ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു നെക്ക് ഡിസൈനാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൈറ്റ് കളറിലെ പേൾ മാത്രമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സൈസിലെ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, ഈ ഒരു സൈസിലെ പേളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പേൾ മാത്രമേ നമ്മൾ ഈ ഒരു വർക്കിനകത്ത് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആദ്യം നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് എത്രയാണോ യോക്കിൻ്റെ ലെങ്ത് വേണ്ടത് അത്രയും മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷമാണ് നമ്മളിതൊരു 4 പാർട്സ് ഉണ്ട്. 4 പാർട്സിലാണ് നമ്മളുടെ ഈ ഒരു വർക്ക് വരുന്നത്. ഫസ്റ്റ് പാർട്ടിൽ വരുമ്പോൾ വളരെ തിക്കായിട്ടാണ് ബീഡ്സ് വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ലെയറിൽ വരുമ്പോൾ അതിനേക്കാളും കുറച്ചും കൂടെ തിക്നെസ് കുറയും, അതിനുശേഷം കുറച്ചും കൂടെ കുറയും. പിന്നെ നാലാമത്തെ പോർഷൻ വരുമ്പോൾ കുറച്ച് ഗ്യാപ്പ്, അത്യാവശ്യം നല്ല ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെയറിൽ നമ്മൾ ഒരുപാട് തിക്കായിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു മോഡൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ യോക്ക് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിനനുസരിച്ച് യോക്ക് പോർഷനിലാണ് ഈ ഒരു വർക്ക് വരുന്നത്. അപ്പോൾ അത്രയും നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് പേപ്പറിലായതുകൊണ്ട് ചെറിയൊരു പോർഷനായിട്ടേ നമുക്ക് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ നെക്ക് ഫസ്റ്റ് മാർക്ക് ചെയ്ത്, നെക്കിൻ്റെ അവിടെ ചെറിയ ബീഡ്സ് ഉണ്ടെങ്കിൽ അതൊന്ന് വർക്ക് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ ഒരു 4 പോർഷനിലാണ് നമ്മുടെ ഈ ഒരു വർക്ക് വരുന്നത്. ഫസ്റ്റ് പോർഷനിൽ തിക്കായിട്ടും, സെക്കൻഡ് പോർഷനിൽ കുറച്ച് തിക്കായിട്ടും, അതിനുശേഷം കുറച്ച് തിക്നെസ് കുറച്ചിട്ടും, ലാസ്റ്റ് കുറച്ച് ഗ്യാപ്പ് ഇട്ടുമാണ് ചെയ്ത് കൊടുക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് മെറ്റീരിയലിലേക്ക് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഞാൻ മെറ്റീരിയലിലേക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് ഒന്ന് ലൈൻസൊക്കെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ പേപ്പറിൻ്റെ നമ്മുടെ ഫസ്റ്റ് പോർഷൻ, അത് തിക്ക് കൂടുതലുള്ള പോർഷനാണ് ഞാനിപ്പോൾ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതിയേ. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ഡിസൈനാണ് കേട്ടോ. ബീഡ്സ് മാത്രമേ ഇതിനകത്ത് വന്നിട്ടുള്ളൂ. ബിഗിനേഴ്സിനൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. കാരണം ഇതിൻ്റെ മാർക്കിംഗ് ഒക്കെ ഒന്ന് ജസ്റ്റ് അറിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി, നമുക്ക് ഈ ഒരു പാർട്ടി വെയർ പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു ബീഡ് ഞാൻ ഇവിടെ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെയാണ് അടുത്തതും ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ മാക്സിമം അടുപ്പിച്ച് തന്നെ ആ ഒരു ഫസ്റ്റ് ലൈന് നമ്മൾ ഫില്ല് ചെയ്യാൻ ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ അതൊരു ഭംഗിയായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ വളരെ തിക്കായിട്ട് തന്നെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ കളറ് വന്നിട്ട് ആ തമ്പനിയിൽ കാണുന്ന സെയിം കളർ തന്നെയാണ് വരുന്നത്. ഈ ക്യാമറയിൽ വന്നപ്പോൾ ചെറിയൊരു വേരിയേഷൻ വന്നതാണ് കേട്ടോ കളറിന്. ആ ഒരു ശരിക്കും ആ ഒരു കളർ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ വളരെ തിക്കായിട്ട് തന്നെ നമുക്ക് ചെയ്തു കൊടുക്കണേ. ഒരു ഒട്ടും ഗ്യാപ്പൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഗ്യാപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവത്തില്ല. ഇതിൻ്റെ ഹൈലൈറ്റ് തന്നെ എന്ന് പറയുന്നത് ഈ ഒരു തിക്നെസ്സുള്ള ഭാഗം തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിക്കായിട്ട് തന്നെ ചെയ്യുക. ഇതുപോലെ ഒട്ടും ഗ്യാപ്പില്ലാതെ ഈ ഒരു രീതിയിൽ അങ്ങ് ചെയ്തു പോയാൽ മതി. ഒരു ബീഡിനോട് ചേർന്ന് തന്നെ അടുത്ത ബീഡ് തന്നെ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ബിഗിനേഴ്സിന് വളരെ എളുപ്പത്തിൽ ചെയ്യാം കേട്ടോ. കാരണം ഇതിവിടെ വേറെ സ്റ്റിച്ചസ് ഒന്നും വന്നിട്ടില്ല. ഈ ഒരു നെക്ക് മെഷർമെൻറ്റ് മാത്രം നമുക്കൊന്ന് കറക്റ്റ് ആക്കി എടുത്താൽ മതി. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് പോർഷനാണ് ചെയ്ത് കൊടുക്കുന്നത്. ഫസ്റ്റ് നമ്മൾ തിക്കായിട്ട് ചെയ്തു. സെക്കൻഡ് പോർഷൻ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ തിക്കായിട്ടാണ് ചെയ്യുന്നത്, എന്നാൽ കുറച്ച് ആ ഒരു മെറ്റീരിയലിൻ്റെ കളറ് കാണത്തക്ക വിധത്തിലാണ് ചെയ്ത് കൊടുക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതുപോലെ ഒരു ബീഡ് ഫിക്സ് ചെയ്തു, അടുത്ത ബീഡ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് എന്തായാലും ചെറിയ ചെറിയ ഗ്യാപ്പിൽ നമുക്ക് ആ ഒരു മെറ്റീരിയലിൻ്റെ കളറ് കാണാൻ പറ്റും. അപ്പോൾ അത് അങ്ങനെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ സെക്കൻഡ് ലൈനും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചൊന്ന് മാർക്കിങ് ചെയ്യണം. എന്നിട്ട് നമുക്കിതുപോലെ ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് തേർഡ് ലൈൻ ചെയ്ത് കൊടുക്കാം. തേർഡ് ലൈൻ ചെയ്യാനായിട്ട് ഇതുപോലെ തന്നെ കുറച്ച് ഗ്യാപ്പ് കൂടുതലിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ അതിനകത്തൂടെ കുറച്ചുകൂടെ നമുക്ക് ആ ഒരു മെറ്റീരിയലിൻ്റെ കളറ് കാണും. അപ്പോൾ അങ്ങനെ ഇത് ചെയ്ത് കൊടുക്കണം. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ഈസി ഡിസൈനാണ് കേട്ടോ. കാണുമ്പോൾ വളരെ പ്രയാസമുള്ളതായിട്ട് നമുക്ക് തോന്നും, പക്ഷേ ഇത് ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഈ ബീഡ് മാത്രം നമുക്ക് ഫിക്സ് ചെയ്ത് പോയാൽ മതിയല്ലോ. പിന്നെ അടുത്ത ഫോർത്ത് ലൈന്, അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ട്, അത്യാവശ്യം നല്ല ഗ്യാപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഗ്യാപ്പ് ഇത്രയും തന്നെ ഗ്യാപ്പ് കൊടുത്ത് തന്നെ ചെയ്യണേ.
അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ഔട്ട്ലുക്കൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയോ, ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ ഗ്യാപ്പ് കൊടുത്ത് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഫൈനൽ നമുക്ക് നോക്കാം. അപ്പോൾ അതാ ഈ ഒരു മോഡൽ തന്നെയാണ് നമുക്കിങ്ങനെ ചെയ്തെടുക്കുന്നത്. ദുപ്പട്ടയും നമുക്കിതുപോലെ സ്പ്രെഡ് ചെയ്തെടുക്കാം. പഞ്ചി മെഷീൻ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമുക്ക് സാധാരണ പോലെ സ്റ്റിച്ച് ചെയ്തിട്ടോ എടുക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്